ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിഗ്നീർ സിഫർ അല്ലെങ്കിൽ പോളി ആൽഫബറ്റിക് സിഫർ ഉപയോഗിച്ചിട്ടുള്ള എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എൻക്രിപ്റ്റ് ദ ഫോളോയിങ് പ്ലെയിൻ ടെക്സ്റ്റ് വി ആർ ഡിസ്കവേർഡ് യൂസിങ് ദ കീവേഡ് ഡിസെപ്റ്റീവ് ഇൻ പോളി ആൽഫബറ്റിക് ഓർ വിഗ്നീർ സിഫർ. അപ്പം നമുക്ക് തന്നേക്കുന്ന പ്ലെയിൻ ടെസ്റ്റ് എന്ന് പറയുന്ന വി ആർ ഡിസ്കവേർഡ് എന്നും മറ്റേ സീസർ സിഫർ പോലെയല്ല കീവേഡിലൊരു വേർഡാണ് തന്നേക്കുന്നത്. ഇവിടെ ഡിസെപ്റ്റീവ് എന്ന് പറയുന്നൊരു വേർഡുമാണ് തന്നേക്കുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോക്സ് ഇതുപോലെ വരയ്ക്കണം. അതിൽ പ്ലെയിൻ ടെസ്റ്റിൽ വി ആർ ഡിസ്കവേർഡ് ആ ഓരോ വേർഡായിട്ട് എഴുതണം. WEAREDISCOVERED. കീവേഡാണ് കെ എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. പ്ലെയിൻ ടെസ്റ്റാണ് PT. കീവേഡ് എന്തുവാണ്? ഡിസെപ്റ്റീവ്. ഇപ്പോൾ DECEPTIVE. അപ്പോൾ ഇതുവരെ എഴുതുമ്പം നമ്മുടെ കീവേഡ് തീരും. പക്ഷേ ഇത്രയും വേർഡും കൂടെ ബാക്കിയുണ്ട്. സോ നമ്മുടെ ഡിസെപ്റ്റീവ് എന്ന് പറയുന്ന കീവേഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. DECEPTIVE എഴുതാൻ വേണ്ട, കാര്യം ഇവിടെ D കൊണ്ട് എൻഡ് ചെയ്തു. ഇനി ഇതിൽ എൻക്രിപ്ഷൻ ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് പ്ലെയിൻ ടെസ്റ്റും കീവേഡും കൂട്ടി മോഡ് 26 എടുത്താൽ മതി. അപ്പോൾ ഈ ഡബ്ല്യുവിൻ്റെ കറസ്പോണ്ടിങ് സൈഫർ ടെസ്റ്റ് കാണാൻ ഡബ്ല്യുവിൻ്റെ കൂടെയുള്ള കീവേഡ് W+D ഇൻറ്റു മോഡ് 26 ചെയ്താൽ മതി. ഡബ്ല്യുയുടെ വാല്യൂ എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ, അതാണ് ഇവിടെ 22 ഇട്ടേക്കുന്നത്. 22 പ്ലസ് ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അതാണ് 22 പ്ലസ് 3 മോഡ് 26, അതായത് 25 മോഡ് 26 ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. 25 എന്ന് പറയുന്നത് Z ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? Z. ഇപ്പോൾ ഈ മോഡ് എടുക്കേണ്ടതെല്ലാം എങ്ങനെയാണെന്ന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈയുടെ കറസ്പോണ്ടിങ് സൈഫർ ടെസ്റ്റ് കാണാൻ ഇയും കൂടെ കൂട്ടി മോഡ് 26 ചെയ്യണം. ഈയുടെ വാല്യൂ 4 ആണ്. എഗെയിൻ ഈയുടെ വാല്യൂ 4 ആണ്. 4 + 4 മോഡ് 26, അതായത് 8 മോഡ് 26 ചെയ്യുമ്പോൾ 8 കിട്ടും. അപ്പോൾ I എന്ന് വരും. അടുത്ത് എന്ത് ചെയ്യും? എയും സിയും കൂടെ കൂട്ടി മോഡ് 26. എയുടെ 0, സിയുടെ 2. അങ്ങനെ എല്ലാത്തിനും എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂട്ടുക, മോഡ് 26 ചെയ്യുക. ഇത് രണ്ടും കൂട്ടുക, മോഡ് 26 ചെയ്യുക. അങ്ങനെ എല്ലാ സൈഫർ ടെസ്റ്റും ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓരോ സൈഫർ ടെസ്റ്റും കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോഡ് എടുക്കുമ്പോൾ ഒരു ചെറിയ ഡൗട്ട് വരും. എസിൻ്റെ സ്ഥാനത്ത്, അതായത് എസ്സിനെ മാറ്റുമ്പോൾ S+V മോഡ് 26 ആണ്. എസ്സിൻ്റെത് 18ഉം V 21. അപ്പോൾ അതായത് എങ്ങനെ വരുമെന്ന് വെച്ചാൽ 18 + 21 ചെയ്യുമ്പോഴത്തേനും 39 വരും. അപ്പോൾ 39 മോഡ് 26 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ 39നെ നമ്മൾ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഹോൾ പാർട്ടിൽ 1 ആണ്. സോ നമ്മുടെ സെയിം പ്രൊസീജിയർ 39 - 1 × 26. അത് ചെയ്യുമ്പോഴത്തേന് എത്ര വരും? ഒന്നുകൂടെ നോക്കിക്കേ. നമ്മുടെ 39 26 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 കിട്ടും. ഹോൾ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ 39 - എങ്ങനെ ചെയ്യണം? 1 × 26 ചെയ്യുമ്പോൾ 39 മോഡ് 26ൻ്റെ വാല്യൂ ആയ 13 കിട്ടും. അങ്ങനെയാണ് ഇവിടെ 13 വന്നത്. അത് തന്നെ. അപ്പോൾ അങ്ങനെ കറസ്പോണ്ടിങ് എല്ലാത്തിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഡീക്രിപ്ഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. പ്ലെയിൻ ടെസ്റ്റ് കാണുന്ന സൈഫർ ടെസ്റ്റ് മൈനസ് കീ ഇൻറ്റു മോഡ് 26. അതായത് നമ്മുടെ ഇപ്പം എന്താ ഇസഡിൻ്റെ കറസ്പോണ്ടിങ് പ്ലെയിൻ ടെസ്റ്റ് കാണണമെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടിയല്ലേ ചെയ്താൽ തിരിച്ചിത് കുറയ്ക്കണം. അതായത് Z - D ഇൻറ്റു മോഡ് 26. ഓക്കെ, അതാണ് ഇത് ഇവിടെ ചെയ്തേക്കുന്നത്. Z - D ഇൻറ്റു മോഡ് 26. ഇസഡിൻ്റെ വാല്യൂ 25ഉം ഡിയുടെ വാല്യൂ 3ഉം. 25 - 3 ഇൻറ്റു മോഡ് 26. അപ്പോൾ 22 മോഡ് 26 എന്ന് വരും. അതെന്ന് പറയുന്നത് W. അപ്പോൾ എല്ലാം അതേപടിയാണ് ചെയ്തേക്കുന്നത്. മീൻസ് മൈനസ് ചെയ്ത് പോകണം. പക്ഷേ ഈ ഒരു കേസിൽ നോക്കിക്കേ, എന്നിൻ്റെ കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിക്കണം? സൈഫർ ടെസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ N - V ഇൻറ്റു മോഡ് 26 എന്ന് വരും. N എന്ന് പറയുന്നത് 13ഉം V എന്ന് പറയുന്നത് 21ഉം. അപ്പോൾ 13 - 21 എന്ന് പറയുന്നത് -8 മോഡ് 26 എന്ന് വരും. -8 മോഡ് 26 എടുക്കുമ്പോൾ ആൻസർ -8 വരും. ഇങ്ങനെ വരുവാണെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൽഫബറ്റിൽ നമ്മൾ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ കൗണ്ട് ചെയ്യണം. അതായത് ഇതിന് 1 2 3 4 5 6 7 8. അപ്പോൾ 8 വന്ന് നിൽക്കുന്ന ആരില്ല? എസ്സിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ മൈനസ് വന്നാൽ റിവേഴ്സിൽ കൗണ്ട് ചെയ്യണം. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ.
ബാക്കിയെല്ലാം അതുപോലെയാണ്. നമ്മുടെ ഇതേ പടി കണ്ടുപിടിക്കണം. അപ്പോൾ സോ ഇതിൻ്റെ ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. സോ ഇത്രയേ ഉള്ളൂ.